അദ്ദേഹം പാർട്ടിക്ക് വിധേയനായി പ്രവർത്തിക്കാത്തിടത്തോളം കാലം, അതായത് ഇന്ദിരാഗാന്ധിയെ കുറ്റം പറയുക, അതുപോലെ തന്നെ രാഹുൽ ഗാന്ധിയുടെ വിമർശനങ്ങൾക്ക് മോഡിക്ക് വരെ മറുപടി പറയുന്ന ശശി തരൂരാണ്. ഇങ്ങനെയുള്ള സ്റ്റാൻഡ് തുടർന്നാൽ ഞങ്ങൾക്ക് അദ്ദേഹമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും ഞങ്ങൾക്ക് വിച്ഛേദിക്കേണ്ടി വരും. ഏതായാലും ഈ കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കുന്നവരെ തിരുവനന്തപുരം നഗരസഭയിലെ അതുപോലെ തന്നെ പാർട്ടി പ്രവർത്തനങ്ങൾ, ഇപ്പോൾ കോർപ്പറേഷൻ ഇലക്ഷൻ്റെ ഒക്കെ വർക്ക് നടക്കുകയാണ്. ഇവിടെ ഞങ്ങൾ അദ്ദേഹത്തിനെ സഹകരിപ്പിക്കില്ല. അദ്ദേഹം പാർട്ടിക്ക് വിധേയനായാൽ അദ്ദേഹത്തിനെ സഹകരിപ്പിച്ച് അദ്ദേഹത്തിനെ മുന്നിൽ നിർത്തി പ്രവർത്തിക്കാനും ഞങ്ങൾക്ക് മടിയില്ല. പക്ഷേ ഈ രീതിയിൽ മുന്നോട്ട് പോയാൽ ഒരു കാരണവശാലും അദ്ദേഹത്തിനെ തിരുവനന്തപുരം നഗരസഭയുമായിട്ട് ബന്ധപ്പെട്ട ഒരു പരിപാടിയിൽ പങ്കെടുപ്പിക്കില്ല. ഏതായാലും വേണ്ട, അതൊക്കെ ദേശീയ നേതൃത്വം തീരുമാനിക്കട്ടെ. പക്ഷെ ഇക്കാര്യത്തിൽ തീരുമാനമാകുന്നത് വരെ ഞങ്ങൾക്ക് അദ്ദേഹമായിട്ട് സഹകരിക്കാൻ സാധ്യമല്ല. അല്ല, അങ്ങനെ ആക്കും. അദ്ദേഹത്തിന് വേണമെങ്കിൽ സ്വയം പുറത്തു പോകാം. അകത്താണെങ്കിൽ പാർട്ടിക്ക് വിധേയനായിട്ട് പ്രവർത്തിക്കുക, അല്ലെങ്കിൽ പാർട്ടിക്ക് പുറത്തു പോകാം. രണ്ടിലൊരു ഓപ്ഷൻ അദ്ദേഹം സ്വീകരിക്കുന്നതാണ് അദ്ദേഹത്തിന് നല്ലത്, പാർട്ടിക്ക് നല്ലത്. ഒരിക്കലും അതുപോലത്തെ പ്രസ്താവന അദ്ദേഹത്തിനെ പോലെ ഒരു സാമുദായിക നേതാവ് പറയാൻ പാടില്ല. കാരണം മതസൗഹാർദ്ദമാണ് SNDPയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. അതാണ് ശ്രീനാരായണ ഗുരുദേവന്റെ ലക്ഷ്യം. അതിന് ഘടകവിരുദ്ധമായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുണ്ടായത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് മുഖ്യമന്ത്രിയാണ് അദ്ദേഹത്തിന് ഇതുപോലുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ നടത്താൻ പ്രചോദനം നൽകുന്നത്. BJPയുടെ പിന്തുണ BJP മാർക്സിസ്റ്റ് പാർട്ടികളുടെ അന്തർധാരയാണ് അതിനെക്കുറിച്ച് പറയാൻ കഴിയുക. കാരണം ഈ പ്രസ്താവന മാർക്സിസ്റ്റ് പാർട്ടിക്ക് വേണ്ടിയിട്ടാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് BJPക്ക് ഈ വിഷയത്തിൽ ഒരു റോളും ഇല്ല. അവരുടെ ഉദ്ദേശം കോൺഗ്രസിൻ്റെ വോട്ട് ഇല്ലാതാക്കുക എന്നാണ്. പക്ഷേ അതുകൊണ്ടൊന്നും സമുദായ അംഗങ്ങൾ കാര്യങ്ങളൊക്കെ നന്നായി പഠിക്കുന്നവരാണ്. അവർ ഒരിക്കലും സമുദായ നേതാക്കന്മാർ പറഞ്ഞത് മാത്രം അനുസരിക്കുന്നവരല്ല. അവരങ്ങനെ ഒരു വോട്ട് കുത്തി യന്ത്രങ്ങളുമല്ല.